മലക്കുണ്ടല്ലോ, ഖുർആൻ കൊണ്ടുവന്ന മാലാഖയുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാലാഖമാര് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹുവിന്റെ സൈന്യമായ മാലാഖമാരുണ്ടല്ലോ, അല്ലാഹുവിന് മാത്രമാണ് അവരുടെ എണ്ണത്തെ പറ്റി അറിയുന്നത്. അങ്ങനെയുള്ള മാലാഖമാരിൽ വെച്ചുള്ള മുഖറബുൽ അംലാഖ്, അല്ലാഹുവിനോട് ഏറ്റവും സാമീപ്യം സിദ്ധിച്ച ജിബ്രീൽ, നസല ബിഹിർ റൂഹുൽ അമീൻ, റൂഹേ അമീനായ ജിബ്രീലിനോട് അവതീർണമായ ഖുർആൻ ഖുവ്വത്ത് ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ, അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ച് വിശ്വസ്തരെന്ന പേര് കേട്ട ജിബ്രീൽ, ശക്തരെന്ന പേര് കേട്ട ജിബ്രീൽ, ഉറപ്പുള്ളവരെന്ന പേര് കേട്ട ജിബ്രീൽ, ആ ജിബ്രീലിനോട് അവതീർണമാക്കപ്പെട്ട ഖുർആൻ, അതേ ഖുർആൻ കൊണ്ടുവന്ന മലക്കിനും അല്ലാഹുവിന്റെ മുന്നിൽ സ്ഥാനമുണ്ട്. തീർന്നിട്ടില്ല. ഖുർആൻ ഇറക്കപ്പെട്ട നബിയുണ്ടല്ലോ, ഏത് നബിയാണ്? ഏത് നബിയാണ്? വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു വാക്കുപോലും മടിയാത്ത അഷ്റഫുൽ ഖൽഖായ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തോഴനായ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതീർണമായ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട നബിക്ക് സ്ഥാനമുണ്ട്, ഖുർആൻ കൊണ്ടുവന്ന മലക്കിന് സ്ഥാനമുണ്ട്, ഖുർആൻ ഇറക്കപ്പെട്ട രാവിന് സ്ഥാനമുണ്ട്, ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിന് സ്ഥാനമുണ്ട്. ഖുർആനുമായി ബന്ധപ്പെടുന്ന മനുഷ്യരുടെ സ്ഥാനം എന്തെന്നറിയുമോ? ഖുർആൻ ഇറക്കപ്പെട്ടിട്ടും ആ ഖുർആനുമായി ബന്ധമില്ലാതെ, ഖുർആൻ പാരായണമില്ലാതെ, ഖുർആൻ പ്രാവർത്തികമാക്കാതെ, ഖുർആൻ പ്രബോധനം നടത്താതെ, ഖുർആൻ പഠന വിധേയമാക്കാതെ, ഖുർആനുമായി ബന്ധമില്ലാതെ ജീവിതം തുലച്ചു കളയുന്ന ചെറുപ്പക്കാരാ, ജീവിതം തുലച്ചു കളയുന്ന പ്രിയപ്പെട്ട പെണ്ണുകളെ, ഖുർആനുമായി ബന്ധമുള്ളവർക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനം എന്തെന്നറിയുമോ? ഖുർആനുമായി ബന്ധം വെച്ചുകൊണ്ട് യഥാർത്ഥ ഈമാനുള്ളവരായ, ഖുർആനുമായി ബന്ധം വെച്ചുകൊണ്ട് നന്മയുടെ പ്രബോധകരായി മാറിയ, ഖുർആനുമായി ബന്ധം വെച്ചുകൊണ്ട് തിന്മയെ തടയുന്നവരായി മാറിയാൽ അല്ലാഹു അങ്ങനെയുള്ളവർക്ക് സ്ഥാനം കൊടുക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മ, കുന്തും ഖൈറ ഉമ്മ. അതേ ലോകത്തൊരു സമൂഹത്തിലും അല്ലാഹു കൊടുക്കാത്ത സ്ഥാനമാണ്. 1000 വർഷമായി ഉള്ള സമുദായം കടന്നുപോയതാണ്. കൈകൾ കൊണ്ട് കല്ലുകളെ രൂപപ്പെടുത്തുന്ന സമുദായം കടന്നുപോയതാണ്. വെയിലത്തുകൂടെ നടക്കുമ്പോൾ മേഘം തണലിട്ടു കിടത്ത സമുദായം കടന്നുപോയതാണ്. സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ഭക്ഷണങ്ങൾ ഇറക്കി കൊടുക്കപ്പെട്ട സമുദായം കടന്നുപോയതാണ്. ആ സമുദായത്തിനൊന്നും കൊടുക്കാത്ത ഒരു സ്ഥാനമാണ് എനിക്കും നിങ്ങൾക്കുമല്ല തരുന്നത്. അല്ലാഹു പറയുകയാണ്, ഏ സമുദായമേ, ഖുർആൻ ഇറക്കപ്പെട്ട സമുദായമേ, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആനിനോട് ഈമാൻ ഉൾക്കൊള്ളുന്ന സമുദായമേ, അല്ലാഹുവിന്റെ ഖുർആനിനോട് നന്മയുടെ പ്രബോധകരാകുന്ന സമുദായമേ, അല്ലാഹുവിന്റെ ഖുർആനിനോട് തിന്മയെ നശിപ്പിച്ചു കളയുന്ന സമുദായമേ, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സമുദായം അത് നിങ്ങൾ തന്നെയെന്ന് ഖുർആൻ. ഖുർആനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും അല്ലെ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം, ഖുർആൻ ഇറക്കപ്പെട്ട ദിവസം, ഖുർആൻ കൊണ്ടുവന്ന മലക്ക്, അള്ളാന്റെ കോടിക്കണക്കിന് മലക്ക് ഏതെങ്കിലും ഒരു മലക്കിനെ അല്ല, മുഖറബുൽ അംലാഖാല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീലിലൂടെ അവതീർണമായ ഖുർആൻ. ഖുർആൻ ഇറക്കി കൊടുക്കപ്പെട്ടു അഷ്റഫുൽ ഖൽഖായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിനൊരു ശക്തിയൊന്നും പോരാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാനം നാം ഇന്നലെ സൂചിപ്പിച്ച പോലെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്, അള്ളാന്റെ ഹബീബ് ഈ സമുദായത്തിന് കൊടുത്ത സ്വലാത്ത്, ഇൻഷാ അല്ലാഹ് അത് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യേണ്ട സദസ്സാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ ഒരു മടിയും വേണ്ട. മഹാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതീർണമായ ഖുർആൻ തീർന്നിട്ടില്ല. ഖുർആൻ ഏറ്റുവാങ്ങാൻ ആര് തയ്യാറുണ്ട്? ഖുർആനിലൂടെ പരിപൂർണ വിശ്വാസികളാകാൻ ആര് തയ്യാറുണ്ട്? ഖുർആനിലൂടെ നന്മയുടെ പ്രബോധകരും തിന്മയെ നശിപ്പിച്ചു കളയുന്നവരും ആരാകാൻ തയ്യാറുണ്ട്? അല്ലാഹ് പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മനുഷ്യ സമൂഹത്തിന് വേണ്ടി അയക്കപ്പെട്ടതിൽ ഏറ്റവും നല്ല സമുദായം നിങ്ങളാണ്. ആര്? ഖുർആനിന്റെ വക്താക്കളാകുന്നവർ. നമുക്കതിന് കഴിയുന്നുണ്ടോ? സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിക്കുവിൻ. ഖുർആനുമായിട്ട് നമുക്കെന്ത് ബന്ധമാണ്? ഖുർആനുമായിട്ട് ഒരു റമദാൻ വരുമ്പോ ഖുർആൻ ഓതും, അത് മതിയോ? അതുകൊണ്ട് അങ്ങ് തീർന്നോ? കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ട ഖുർആൻ ഓതും, നല്ല കാര്യം, മരിച്ചവർക്ക് ഓതിയാക്കിട്ടും, പക്ഷെ അതുകൊണ്ട് അങ്ങ് തീർന്നോ? അതുകൊണ്ട് ഖുർആനിനോടുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും പ്രതിബദ്ധതയും തീർന്നോ? വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകൾക്കും ബന്ധമുണ്ടാകട്ടെ. വിശുദ്ധ ഖുർആൻ ഒരു സത്യവിശ്വാസിയെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യരെ മനുഷ്യത്വത്തിന്റെ മകുടോദാഹരണമാക്കി മാറ്റുന്ന ഗ്രന്ഥമാണ്. നമുക്കത് കഴിയുന്നുണ്ടോ? ഖുർആനിലൂടെ ഒരു മനുഷ്യനാകാൻ, ഖുർആനിലൂടെ ഒരു പരിപൂർണ സത്യവിശ്വാസിയാകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഖുർആനിന്റെ വക്താക്കളായി നമ്മൾ മാറുന്നത്. അവിടെയാണ് ഖുർആനിന്റെ ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറുന്നത്. പടച്ച തമ്പുരാൻ അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സത്യവിശ്വാസിയുടെ അടയാളം എന്താ? ഒരു സത്യവിശ്വാസിയുടെ അടയാളം എന്താ? നമ്മുടെ ലിസ്റ്റിൽ എല്ലാവരും സത്യവിശ്വാസിയല്ലേ? പലിശക്കാരനും മുസ്ലിമാ, കള്ളുപിടിക്കുന്നവനും മുസ്ലിമാ, പെണ്ണുപിടിക്കുന്നവനും മുസ്ലിമാ, പർദ്ദയില്ലാതെ നാണം കെട്ട കോലത്തിൽ സ്റ്റൈല് കാണിച്ചു നടക്കുന്ന പെണ്ണും മുസ്ലിമത്താ, അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്നവരും മുസ്ലിമാ, അല്ലേ? താടിയും മടിച്ചുകൊണ്ട് റസൂലുള്ള ഇഷ്ടപ്പെടാത്ത കോലത്തിൽ ആണും പെണ്ണും കെട്ട് നടക്കുന്നവരും മുസ്ലിമാ. ഒരു മുസ്ലിമിന് ചേർന്ന കോലമൊന്നും അല്ലാതെ ഈ താടിയും മടിച്ച് നടക്കല് ഒരു മുസ്ലിം എന്നല്ല, ഒരു ആൺകുട്ടിക്ക് ചേർന്ന കോലമല്ല, ഒരാണിന് ചേർന്ന കോലമല്ല. നമ്മുടെ ലിസ്റ്റിൽ എന്താ? അവരൊക്കെ മുസ്ലിമാ, എല്ലാവരും മുസ്ലിമാ. ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ മുസ്ലിം ആകാൻ പ്രശ്നമൊന്നുമില്ല. മഹലിന്റെ ലിസ്റ്റിലും മുസ്ലിം ആയിരിക്കും, റേഷൻ കാർഡിലും മുസ്ലിം ആയിരിക്കും, സർവ റെക്കോർഡുകളിലും മുസ്ലിം ആയിരിക്കും. അള്ളാന്റെ ലിസ്റ്റിൽ മുസ്ലിം ആകാൻ പറ്റിയിട്ടുണ്ടോ? അതാണ് ഇവിടുത്തെ ചർച്ച. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ മുസ്ലിം ആകാൻ പറ്റിയിട്ടുണ്ടോ? പടച്ചവന്റെ ലിസ്റ്റിൽ ഒരു പരിപൂർണ സത്യവിശ്വാസം സ്വീകരിച്ച ഒരു വിശ്വാസിയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരാ പടച്ചവന്റെ ലിസ്റ്റിലെ മുസ്ലിം? ആരാ പടച്ചവന്റെ ലിസ്റ്റിലെ സത്യവിശ്വാസി? അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അല്ലാഹുവിനെ പറ്റി അവരുടെ മുന്നിൽ പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ പറ്റി അവരുടെ മുന്നിൽ പറയപ്പെട്ടാൽ, ഇദാ ദുഖിറല്ലാഹ് വജിലത് ഖുലൂബുഹും, ഹൃദയം ഇങ്ങനെ പിടയ്ക്കാൻ തുടങ്ങും, ഹൃദയത്തിലൊരു പേടി ഉണ്ടാവും, ഹൃദയത്തിൽ വല്ലാത്ത ഭയപ്പാടുണ്ടാവും. അല്ലാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ പേടി ഉണ്ടാകുന്നവനാ സത്യവിശ്വാസി. അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈമാനിൽ വർധന ഉണ്ടാവും. ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണ്. പറ്റുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ചേ, 2 ദിവസം, ഇന്നലെയും അതിനു മുമ്പുള്ള ദിവസവും നമ്മൾ കുറെ ഖുർആൻ കേട്ടു. ഇന്നും നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഒരു സത്യവിശ്വാസിയുടെ ലിസ്റ്റിലേക്ക് പോയോ? അല്ലാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പേടിയുണ്ടോ? വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന് വർധന ഉണ്ടായി. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, പ്രതിസന്ധി ഉണ്ടായാലും, പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, നാഥനായ പടച്ച തമ്പുരാന്റെ മുന്നിൽ പരമേൽപ്പിച്ചുകൊണ്ട് അപ്രകാരം പ്രവർത്തിച്ച മുൻഗാമികളുടെ മാതൃകയിലേക്ക് കിടക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? തവക്കുൽ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? എന്തു വന്നാലും പടച്ചവനെ പരമേൽപ്പിക്കുക എന്ന സ്വഭാവം, അങ്ങനെ ഒരു സ്വഭാവം ദീനിന്റെ സദസ്സിൽ വന്നിരുന്ന് പേടിക്കണം. അള്ളാഹു പറഞ്ഞെന്താ? അള്ളാഹിനെ പറ്റി കേട്ടാ പേടി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ദീനിന്റെ സദസ്സിലൊക്കെ വന്നിരിക്കുമ്പോ ഒരു പേടി ഉണ്ടാകണം. പടച്ചോൻ, എന്റെ ജീവിതം ഇത്രയും നാൾ എന്തായിരുന്നു? ഇന്നിപ്പോ അങ്ങനൊന്നുമില്ല. എല്ലാവരുടെ ആഗ്രഹം എന്താണെന്ന് പറയുക, ദീനിന്റെ സദസ്സിൽ ഒരു 2-2.5 മണിക്കൂർ അങ്ങോട്ട് വന്നിരുന്ന ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ, അല്ലേ?
ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ, 2 പാട്ടും ഒരു 10-20 കോമഡിയും. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ 5-6 പഞ്ച് ഡയലോഗും കൂടെ കയറ്റിവിടും. അതൊരു പുതിയ സാധനമാണ്. പഞ്ച് ഡയലോഗും കൂടെ എവിടെയാ? പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് പഞ്ച് ഡയലോഗ് കയറ്റിവിടണം. ഇനിയിപ്പോ ഒരു കാലം വരും, ഉസ്താദന്മാർക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പറയും, ഉസ്താദേ 2 സ്റ്റണ്ട് സീനും കൂടി ഇനി കാണിക്കാൻ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലേ? ദീനിന്റെ സദസ്സിൽ അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞാല് ദീനിന്റെ സദസ്സിൽ പാട്ട് പാടുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. പാടും. ഈ ഉറങ്ങിയൊക്കെ ഇരിക്കുന്നവർക്ക് ഉറക്കം ഒന്ന് മാറട്ടെ, അല്ലെങ്കിൽ ഒന്ന് ഉണരട്ടെ, അതിനുവേണ്ടി പാട്ട് പാടാൻ തെറ്റൊന്നുമില്ല, തമാശ പറയാൻ തെറ്റൊന്നുമില്ല. പക്ഷെ ദീനിയായ സദസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു ഭയപ്പാടോടുകൂടി എഴുന്നേറ്റ് പോകണം. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഈമാനിൽ വർധന ഉണ്ടാകണം. ഉണ്ടോ? ഈ റമളാനൊക്കെ വരുമ്പോ നമ്മളൊന്ന് ചിന്തിക്കണേ. റമളാനൊക്കെ വരുമ്പോ തറാവീഹിന്റെ ദിവസം 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണം, അല്ലെങ്കിൽ നീണ്ട റക്അത്തുകൾ നിസ്കരിക്കണം. ഹാഫിളുള്ള പള്ളിയാണെങ്കിൽ ഒരു സത്ത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാകും. നീ അലന്തറ കൈഫയാണെങ്കിൽ തന്നെ പടച്ചോനെ അവസ്ഥ എന്താ? ആദ്യത്തെ ദിവസം എല്ലാവർക്കും ഭയങ്കര ഈമാനാ. ആദ്യത്തെ ദിവസം വല്ലാത്തൊരു ഈമാന, ഒരു 7-8 സപ്പിങ്ങനുണ്ട്. പിന്നെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ കേട്ട് ഈമാൻ ഇങ്ങനെ കൂടി വരുന്ന ഓരോ ദിവസം കഴിയുമ്പോ എന്ത് ചെയ്യും? സത്ത് ഇങ്ങനെ കുറഞ്ഞു വരും. എന്തോ ഒരു ഈമാനാ അല്ലേ? എന്തൊരു ഈമാനാ. കഴിയണം സഹോദരങ്ങളെ, ഖുർആനിലൂടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം.